ഷഫാഅത്തിൻ്റെ ഹദീസ് വായിക്കുമ്പോൾ ഷഫാഅത്തിൻ്റെ ഹദീസിൽ ആളുകൾ ഷഫാഅത്തിന് വേണ്ടിയിട്ട് നബിമാരെ സന്ദർശിക്കുമല്ലോ. ആദം നബിയെ സന്ദർശിക്കും, നൂഹ് നബിയെ സന്ദർശിക്കും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയെ സന്ദർശിക്കും. എന്നിട്ട് ഒക്കെ പറയും ഞങ്ങൾക്ക് ഷഫാഅത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹിനോട് തേടണമെന്ന് പറയുമല്ലോ. അപ്പോൾ ഓരോ നബിമാരും ഞാനതിനില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവിടെ എത്തും, മൂസായുടെ അടുക്കലേക്ക്. അവസാനമല്ല, അവർ അതിൽ മൂസായുടെ അടുക്കലേക്ക്. അതിന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കുമ്പോൾ തന്നെ പറയും മൂസയുടെ അടുക്കലേക്ക് പോകൂ, അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് റിസാലത്തിന് വേണ്ടി, സംസാരത്തിന് വേണ്ടി. മൂസ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ എണ്ണീട്ടാണ് പറഞ്ഞയക്കുന്നത്. അങ്ങനെ ആളുകൾ ചെല്ലുകയാണ്. ആദം സന്തതികൾ മൂസായുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയാണ്, മൂസ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ നബിയാക്കി, റസൂലാക്കി, അള്ളാഹിൻ്റെ കലാം സംസാരത്തിന് വേണ്ടി നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അള്ളാഹു സുബ്ഹാനഹു വതആല നബിയാക്കാൻ നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് ഷഫാഅത്ത് പറയണമെന്ന് അറിയുമ്പോൾ എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് അറിയാം ആളുകളോട്? ഇദ്ഹബൂ ഇലാ ഗൈരി, വേറെ ആരത്തേക്കും പോയി. ഇന്ന റബ്ബി ഗദിബൽ യൗമ ഗദ്ബൻ ലം യഗ്ദബ് മിസ്ലഹു ഖബ്ലഹു വലം യഗ്ദബ് വലാ യഗ്ദബ് മിസ്ലഹു ബഅദഹു. എൻ്റെ റബ്ബ് ഇന്ന് ഒരു കോപത്തിലാണ്. ഇതുപോലത്തെ ഒരു കോപം മുമ്പ് കോപിച്ചിട്ടില്ല, ഇനി കോപിക്കൂല. അങ്ങനത്തെ ഒരു കോപത്തിലാണ്. കാരണം എന്താ? ഇന്നി ഖതൽതു നഫ്സൻ ലം ഊമർ ബി ഖത്ലിഹ. ഇന്നി ഖതൽതു നഫ്സൻ, കാരണം ഞാൻ ഒരു വ്യക്തിയെ കൊന്നു. ലം ഊമർ ബി ഖത്ലിഹ, അതിനെ കൊല്ലാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ അടുത്ത് നിന്ന് ഒരു മനുഷ്യവധം വന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് റബ്ബ് കോപത്തിലാണ്. ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ ഈസ ഇബ്നി മറിയം. ഞാനെല്ലായിടത്തും ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ ഒരു വിഷയം. അതായത് അബദ്ധത്തിലാണ്, ഇടിച്ചപ്പോൾ മരിച്ചു പോയതാണ്. അതിൽ നല്ല മനസ്താപം ഉണ്ടായി. പൊറുക്കലിനെ തേടി അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്തു. ഫഅൽതുഹ ഇദൻ അന മിനദ്ദാലീൻ എന്ന് പറയുന്നുണ്ട്. ഫിറൗൻ പറയുന്നുണ്ട്, നബിയൊക്കെ ആണീൻ്റെ മുമ്പാണ്. ഫിറൗൻ പറയുന്നുണ്ട് ഒരാളെ കൊന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം മൂസ പറയുന്നുണ്ട് ഫഅൽതുഹ ഇദൻ അന മിനദ്ദാലീൻ, ഞാൻ ഒരാളെ കൊന്നു ശരി തന്നെ, പക്ഷെ ഞാൻ ദാലീൻ, ഞാൻ ദാലീനായിരുന്നു. ദാലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹിദായത്ത് ഉണ്ടായിരുന്നില്ല, ഞാനുണ്ടായിരുന്നില്ല, അറിവുണ്ടായിരുന്നില്ല, എൻ്റെ നുബുവത്തൊന്നും കിട്ടിയിട്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആ ഒരു അവസ്ഥയിലായപ്പോഴാണ് ഞാനത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പശ്ചാത്താപം ഉണ്ടായി, പൊറുക്കലിനെ തേടി പുറത്തു കൊടുത്ത ഒരു വിഷയമാണ്. പക്ഷേ അതേറ്റ് പിന്നെയും പരലോകത്ത്. അപ്പം ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്നുള്ളത് വായിക്കാനാണ് ഈ ഒരു ശൈലി. അള്ളാഹു പറയുന്നത് വഖതൽത നഫ്സൻ, താങ്കൾ ഒരാളെ കൊന്നു എന്നുള്ളത്.